നമസ്കാരം, എല്ലാവർക്കും സച്ചൂസ് ടെസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഞാനൊരു അവൽ മിൽക്കാണ് ഉണ്ടാക്കിയത്. ഇത് എൻ്റെ വേർഷനിലുള്ള അവൽ മിൽക്കാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 രസകദളി പഴമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കളയങ്കോടൻ പഴമാണ് എടുക്കുന്നത്. പിന്നെ ഒരു ആപ്പിൾ എടുത്തു, കുറച്ച് ചക്കപ്പഴം. എന്തൊക്കെ ഫ്രൂട്ട്സ് വേണോ ഇതിൽ ചേർക്കാം അതെല്ലാം ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം, അല്ലാതെ അരച്ചൊന്നും എടുക്കരുത്. മാങ്ങാപ്പഴവും ചേർക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ളത് കിസ്മിസ്, കുറേ തരത്തിലുള്ള നട്ട്സ്. അവൽ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആവണ്ട, കളർ ചേഞ്ച് ചെയ്യേണ്ട. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഇടാം. ഇതൊരു 4 ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത്. ഫ്രൂട്ട്സിന് മേലിലേക്ക് വറുത്ത അവലിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നട്ട്സ് ഇടാം, പിന്നെ കിസ്മിസും. ഓരോന്ന് ലെയറായിട്ടാണ് ഇടുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് എടുക്കാം. അത് ഇതുപോലെ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് പാലാണ്. പാല് നമുക്ക് ഒരു 2 ഗ്ലാസ് പാലെടുക്കാം. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് എത്ര വേണോ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർക്കാം. ഇത് ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ്ക്രീമും സ്ട്രോബെറിയും ടൂട്ടി ഫ്രൂട്ടിയും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അവലൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഐസ്ക്രീം, 1 സ്കൂപ്പ് ഐസ്ക്രീം ഓരോ ഗ്ലാസ്സിൽ ചേർക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത പാലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മധുരം അനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തെടുക്കാം. പാലെല്ലാം ഒഴിച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ച് അവലും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ അവൽ മിൽക്ക് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.